കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിൽ ഒരു വലിയ വിവാദമുണ്ടായി. നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഏതാനും ചില പെൺകുട്ടികൾ അവിടെ പെൺകുട്ടികളുടെ റെസ്റ്റ് റൂമിൽ നിസ്കരിച്ചു. അപ്പോൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടുള്ള അവിടുത്തെ ഒരു ഓഫീസ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ചേച്ചിമാരായിട്ടുള്ള ആളുകളാണ് ഈ പെൺകുട്ടികൾ ചേച്ചിമാരെന്നൊക്കെ വിളിക്കുന്ന ആളുകൾ. അവർ വന്നിട്ട് ഇതിങ്ങനെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ഈ പെൺകുട്ടികൾ കുറച്ചൊന്ന് തട്ടിക്കയറിയപ്പോൾ അവർ പ്രിൻസിപ്പളെ കാണാൻ പറഞ്ഞു. നേരെ ഇവർ പോയി പ്രിൻസിപ്പളെ കണ്ടു. അപ്പോൾ പ്രിൻസിപ്പളെ കണ്ടപ്പോൾ പ്രിൻസിപ്പൾ ഇവരോട് മര്യാദക്ക് പറഞ്ഞു, കാരണം നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊന്നും നമ്മൾക്കെതിരല്ല. നിസ്കരിക്കുന്നതിനുണ്ടെങ്കിൽ അതിലൊന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് 150-200 മീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഒരു പള്ളിയുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് നിസ്കരിക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് നിസ്കരിക്കാം. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ചെയ്യാം. അല്ലാതെ ഇവിടെ അതിനുള്ളൊരു സൗകര്യം ഒരുക്കി തരണം, റെസ്റ്റ് റൂമിൽ അത് ചെയ്യണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഒരു 10-15ഓളം വരുന്ന കുട്ടികൾ ഇലക്ഷനായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി ആയിരിക്കാം 4-5 വോട്ട് സംഘടിപ്പിക്കാൻ എവിടെയും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പയറ്റുന്ന തന്ത്രം തന്നെയാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആളുകൾ വന്ന് ചേരുകയും, അത് സഖാക്കളായിരുന്നു, SFIയുടെ പ്രവർത്തകരുണ്ടായിരുന്നു, കൂടാതെ MSFൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അവരൊക്കെ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നൊരു ദൃശ്യം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ വന്ന് മുദ്രാവാക്യം വിളിക്കുകയും പിന്നീട് പ്രിൻസിപ്പളുമായിട്ട് ഇവരിലൊരു 4-5 പേര് ചർച്ച നടത്തുകയും, ആ ചർച്ച നടത്തി പെൺകുട്ടികളോട് പിന്നെയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആ പ്രശ്നം കെട്ടടങ്ങി. ഇന്നിപ്പോൾ എന്താണെങ്കിലും പ്രിൻസിപ്പൾ വന്നിട്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കാരണം ഇത് ഞങ്ങൾക്ക് ഇവിടെ അനുവദിക്കാൻ കഴിയുന്നൊരു കാര്യമില്ല, പക്ഷെ അവർ പോയി മറ്റെവിടെയെങ്കിലും ഇപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വരുന്നതിന് അവർക്ക് അനുവാദം കൊടുക്കാവുന്നതേ ഉള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ പറയുന്നത്, ഇപ്പോൾ ഈ ക്രിസ്ത്യൻ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോളേജുകളിലൊക്കെ തന്നെ അവരുടെ ഒരു ചാപ്പലൊക്കെ അവിടെ ഉണ്ടാകില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവരുടെ ചാപ്പൽ ഉണ്ടാകും, പക്ഷെ അത് നിയമപരമായി അനുവദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരുടെ മതന്യൂനപക്ഷങ്ങൾക്കുള്ള വിദ്യാലയങ്ങളോടനുബന്ധിച്ച് ഇപ്പോൾ അവർ ചാപ്പൽ പണിയുന്നതിന് നമുക്ക് എതിരൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും എതിർക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിച്ച ഒരാളാണ്, അവിടെ ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ആളുകൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. പിന്നെ അതുകൊണ്ട് നാളെ സിഖുകാരോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ആളുകളോ ഒക്കെ വരുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ആരാധനാലയങ്ങൾ ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ അവിടെ ഇത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ നിസ്കരിക്കാൻ സമ്മതിക്കണമെന്നോ പ്രാർത്ഥിക്കാൻ സമ്മതിക്കണമെന്നൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളും അതുപോലെ കുത്തിത്തിരിപ്പുകളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മൾ നേരത്തെ തന്നെ ഇത് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി. PT കുഞ്ഞുമുഹമ്മദിൻ്റെയൊക്കെ ഒരു കഥയിൽ നിന്നുള്ളൊരു ഭാഗമെടുത്ത് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയപ്പോൾ ഒരു പേര് കൊടുത്തത് നമുക്കറിയാം, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. ആ പേര് കൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പുകിലെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഏറ്റവും ഒടുവിൽ ഈ തൊടുപുഴ, അദ്ദേഹം താമസിക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. ആ മൂവാറ്റുപുഴയിൽ അദ്ദേഹം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഗവൺമെൻറ്റുകൾ വളരെ കൃത്യമായി നോക്കേണ്ടതാണെന്നാണ്. ഇതിലൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഗവൺമെൻറ്റിലേക്ക് വരാം. കാരണം ഇതിൽ SFIക്കാരുണ്ടായിരുന്നു, MSFകാരുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും PM മാർഷോ ഇത് SFIക്ക് ഇതിൽ ബാധ്യതയൊന്നുമില്ല. ഇനി SFIയുടെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കാം, പക്ഷെ അത് ഒരിക്കലും ഔദ്യോഗികമായ SFI എടുത്ത തീരുമാനമല്ല. SFI അത്തരത്തിന് അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് നമുക്കറിയാം, MSFൻ്റെ നേതാവും ഒരു ചാനലിൽ News 18 ആണെന്നാണ് എൻ്റെ ഓർമ്മ, അവരോട് ക്ഷുഭിതയായി സംസാരിക്കുന്നത് കേട്ടു. നിങ്ങളോട് ആരാ പറഞ്ഞു MSF ആ സമരത്തിലുണ്ട് എന്നുള്ളത് പറഞ്ഞു. എന്താണെങ്കിലും ഈ രണ്ട് സംഘടനകൾ കൈയൊഴിഞ്ഞു, താൽക്കാലികമായത് കെട്ടടങ്ങിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ജോസഫ് മാഷെ കൈവെട്ടിയ സംഭവത്തിലും അവിടെ ഇത് ഏറ്റവും ആദ്യം പ്രശ്നമുണ്ടാകാനുള്ള കാര്യമെന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ഇതിനെ എതിർക്കുകയും ഈ ചോദ്യത്തിന് ഈ പേര് കൊടുത്തത് ശരിയായില്ല എന്ന് പറയുകയും ചെയ്തതാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതായത് തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് വലിയ ദൂരമില്ല തൊടുപുഴയിലേക്ക്, ന്യൂമാൻ കോളേജാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ സംഭവം ഉണ്ടായതിൻ്റെ കാരണം ഈ പെൺകുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറയുകയും പിന്നീട് അത് വലിയ തീയായി അവിടെ തന്നെ പടരുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിന് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്കറിയാമല്ലോ, പെൺകുട്ടികളായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ് ഈ പറയുന്ന ഒരു തീരുമാനവും നിസ്കരിക്കണമെന്ന് പറയുന്ന നിർബന്ധ ബുദ്ധിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ശ്രദ്ധിച്ച് ഗവൺമെൻറ് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട്. കാരണം ഇത് പറയാൻ കാരണം, ഇപ്പം നമുക്കറിയാം, സാമുവൽ പാറ്റി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഫ്രാൻസിൽ കൊല ചെയ്യപ്പെട്ടു. കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കഴുത്തറുത്ത് കൊല്ലുന്നത് മോസ്കോയിലുള്ള ചെച്നിയൻ വംശജനായിട്ടുള്ള അബ്ദുലഗ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അതായത് ഇദ്ദേഹത്തെ നേരിട്ടൊരിക്കലും കാണാത്ത
100 കിലോമീറ്റർ ദൂരെ ഒരു ടൗണിൽ താമസിക്കുന്ന കുട്ടിയാണ് ഇത്തരത്തിൽ വന്ന് കൊന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ടൊരു 4ഓളം വരുന്ന 6ലധികം വരുന്ന കുട്ടികളെ പ്രതി ചേർത്തിരുന്നു. അതായത് 13 വയസ്സ് മുതൽ 14 വയസ്സും 15 വയസ്സൊക്കെയുള്ള കുട്ടികളെ പ്രതി ചേർത്തിരുന്നു. അപ്പോൾ ആ കുട്ടികളെ പ്രതി ചേർക്കുമ്പോൾ നമ്മൾ പിന്നീട് അറിയാൻ കഴിഞ്ഞ് ഞെട്ടിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അധ്യാപകനെ കാണിച്ചു കൊടുക്കുന്നതിന്, ഈ അധ്യാപകനെ കൊല്ലാനുണ്ടായ കാരണം ചാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ ഈ പ്രൊഫറ്റ് മുഹമ്മദിനെ കുറിച്ച് ഒരു കാർട്ടൂൺ വന്നു. അപ്പോൾ അത്തരത്തിൽ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയെക്കുറിച്ച് വന്നൊരു കാർട്ടൂൺ, ആ കാർട്ടൂൺ വന്നപ്പോൾ തന്നെ വലിയ പ്രശ്നമായിരുന്നു. ഏതാണ്ട് 12ഓളം പേരെ ആ വീക്ക്ലിയുടെ ഓഫീസിൽ കയറി അന്ന് കൊന്നു ആളുകൾ, ചില എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ വന്ന് കൊന്നു. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം 2020 ക്ലാസ് റൂമിൽ വെച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം കാണിച്ചത്. അതായത് ഈ പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഒരു കാർട്ടൂൺ കാണിച്ചത്. അപ്പോൾ ഈ കാർട്ടൂൺ കാണിക്കുമ്പോൾ തന്നെ ഇത് പിന്നീട് വലിയ വിഷയമായതിൻ്റെ കാരണം ക്ലാസ്സിലിരുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞു ഇത് മുസ്ലിം കുട്ടികളോടെല്ലാം പുറത്തേക്ക് ഇറങ്ങി പോകാൻ അധ്യാപകൻ പറഞ്ഞു എന്ന് പറയുന്നൊരു കള്ളമാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം അതിലുണ്ടായിരുന്ന ഒരു പാരൻറ്റ് തന്നെ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇതുവഴി ഇടുകയും ഈ അധ്യാപകനെ തന്നെ നേരിട്ട് കാണിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അധ്യാപകനെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അധ്യാപകനെ കാണിച്ചു കൊടുക്കുന്നതിന് ഈ കുട്ടികളടക്കം പണം പറ്റിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഫ്രാൻസിൽ നിന്ന്. ഞാനിപ്പോൾ ഇത് ഉറപ്പിക്കാൻ കാരണം നമ്മുടെയൊക്കെ ഒരു സാധാരണ കുറച്ചുകൂടി ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വളരെ കളർഫുള്ളായി പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ട ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ഒരു തീവ്ര വികാരങ്ങൾ ആരാണ് കുത്തിവെക്കുന്നത് എന്നുകൂടി കണ്ടുപിടിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ ഗവൺമെൻറ്റുകൾക്കില്ലേ. കാരണം ഏത് മതത്തിൽ നിന്നായാലും ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രീമായിട്ടുള്ള, അതായത് ഹിംസാത്മകമായിട്ടുള്ള ഒരു ലെവലുകളിലേക്ക് നമ്മുടെ ക്യാമ്പസോ കലാലയങ്ങളോ ഒക്കെ എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാശി പിടിക്കുന്ന ലെവലിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്നുകൂടി നമ്മൾ കണ്ടെത്തേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും അത്തരത്തിലുള്ളൊരു ഡീറാഡിക്കലൈസേഷൻ ക്യാമ്പയിൻ എന്ന് പറയും. ഇപ്പോൾ ഇന്തോനേഷ്യയിലൊക്കെ പലപ്പോഴും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് എറിത്തെറിയപ്പെട്ടിട്ടുള്ള കുട്ടികളും ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളും ആളുകളെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ പലപ്പോഴും അവിടെ വലിയ തോതിലുള്ള ക്യാമ്പുകൾ, വലിയ തോതിലുള്ള ഇനീഷ്യേറ്റീവുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവുകൾ എടുക്കേണ്ട സമയമാണ് കേരളത്തിലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് ഒരു സ്ഥലത്ത് മാത്രമുണ്ടായ സംഭവമല്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നേരത്തെ തന്നെ നമുക്കറിയാം ചില സംഘടനകളെ നിരോധിച്ചെങ്കിൽ പോലും ആ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടികളും മറ്റാളുകളും ഒക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SFI പോലെയുള്ള പല സംഘടനകളിലേക്ക്, MSF പോലെയുള്ള സംഘടനകളിലേക്കൊക്കെ ഇവരിൽ നിന്ന് കുറേ ആളുകളെങ്കിലും അങ്ങോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്, ചേക്കേറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അതിനേക്കാളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിമി എന്ന് പറയുന്ന ഒരു സംഘടന നമുക്കിടയിൽ വർക്ക് ചെയ്തിരുന്നു. കുട്ടികളുടെയൊക്കെ സംഘടനയാണ്. ലാസ്റ്റ് അതിൻ്റെ പാരൻറ്റ് സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ പോലും അവർ തള്ളി പറയേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ളൊരു റാഡിക്കലൈസേഷൻ എങ്ങനെയാണ് കുട്ടികളിൽ ഉണ്ടാവുന്നത് എന്ന് കേരള ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും ഒക്കെ പഠിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പം ഉണ്ടായിട്ടുള്ളതൊക്കെ കൊച്ചു കൊച്ചു സംഭവങ്ങളാവാം, പക്ഷേ ഇതിൻ്റെ വരാനിരിക്കുന്നത് ഇനി ഭീതിപ്പെടുത്തുന്ന വലിയ വലിയ സംഭവങ്ങളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അൽമായർ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ചില മുസ്ലിം സംഘടനകൾ അങ്ങോട്ട് ജാഥ നടത്താൻ പോകുന്നു എന്ന് കേട്ടിരുന്നു. അതിനുശേഷം ഇവർ തടയുമെന്ന് കേട്ടിരുന്നു. പല ന്യായീകരണ ക്യാപ്സൂളുകളും കേട്ടിരുന്നു. വർഷങ്ങളായിട്ട് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ വന്ന പ്രിൻസിപ്പിളാണ് ഇത് തടഞ്ഞത് എന്ന് പറയുന്ന കാര്യം കേട്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചില ഹൈന്ദവ സംഘടനകളൊക്കെ അവർക്കുള്ള ഹെൽപ്പ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളെ സമീപിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ആകെ കലുഷിതമാകുന്ന സംഭവ വികാസങ്ങളാണ് നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സമാധാനപരമായി സൗഹാർദ്ദപരമായി എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു നാടാണ് കേരളം എന്നുള്ളത് ഒരു ഓർമ്മയായി മാറുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതുകൊണ്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഗവൺമെൻറ്റുകൾ ഇതിൽ ഇനീഷ്യേറ്റീവ് എടുക്കണം. ഞാനിപ്പോൾ ഇത് ദീർഘിപ്പിക്കുന്നില്ല, ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഇത് അവസാനിപ്പിക്കാം. ഇത് അമേരിക്കയിൽ 2000-നും 2021-നും ഇടക്ക് ഏതാണ്ട് 700-ലധികം വരുന്ന ആക്രമണങ്ങൾ നടന്നുണ്ട്. ആ ആക്രമണങ്ങളുടെ എല്ലാം പിന്നിൽ കുറ്റവാളികളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുറ്റവാളികളാണ് അത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് പലപ്പോഴും റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് അവർക്ക് കളിക്കുന്ന ഗെയിമുകളിലൂടെയും അതുപോലെ മറ്റു പല കാര്യങ്ങളിലൂടെയും ഇൻ്റർനെറ്റിലൂടെയൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിനെ സ്വാധീനിച്ചാണ് മറ്റു ഒരു സംഘടനകളുമായി ബന്ധമില്ലാത്ത
നിരവധി കുട്ടികൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും ഇത്ര വലിയ സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ ഇവിടെ ഇല്ല. കാരണം അമേരിക്കയിലൊക്കെ വളരെ ഈസി ആയിട്ട് തോക്കൊക്കെ അവൈലബിൾ ആണ്. 70% പേരുടെ കയ്യിൽ തോക്കുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന ഒരു തീവ്രത അല്ലെങ്കിൽ മതപരമായ ഒരു കാഠിന്യം വളരുന്നതിനോടൊപ്പം അല്ലെങ്കിൽ റിജിഡായിട്ടുള്ള ഒരു ഒരു വിശ്വാസങ്ങൾ വളരുന്നതിനോടൊപ്പം അതിനും അപ്പുറത്തേക്ക് കടക്കാനുള്ള ചില ചെറിയ ചെറിയ സിംറ്റംസ് എങ്കിലും കാണുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് മറ്റു പല മതവിഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുകയും അതിന് പ്രതിവിധികൾ കാണാൻ ഗവൺമെൻറ്റുകൾ തയ്യാറാവുകയും വേണം. പല ഗവൺമെൻറ്റുകളും ഇത് വളരെ ഗൗരവത്തിലെടുക്കുകയും കൃത്യമായ നടപടികളിലൂടെ ഈ ഡീറാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഗംഭീരമായി നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.